നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ആരായിരിക്കും അതിഥി? പോൾ മൈക്കിളാണ് നമ്മുടെ അതിഥി. വല്ലോ മനസ്സിലായോ? മനസ്സിലാകാൻ സാധ്യതയില്ല. സാക്ഷാൽ ലാൽ, അഭിനേതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്. സിനിമയുടെ മർമ്മം കണ്ട ലാലിനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ലാൽ, നമസ്കാരം. നമസ്കാരം. ഒന്നോടെ ചിരിച്ചല്ലേ? മരിക്കുന്നതിന് മുമ്പ് ശരിയാ. ഓ, അത് ശരിയാ. ആരെങ്കിലും ലാലിനെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത്? എത്രയോ ആൾക്കാരെ പേടിപ്പിക്കുന്നതിനാണ് ലാല്. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് അല്ലേ? എന്റെ കുഴപ്പമൊന്നുമല്ല അത്. ആണോ? എന്റെ പല പ്രാവശ്യം വിളിച്ചായിരുന്നു ഇങ്ങനെ പരിപാടിക്ക് വരാൻ വേണ്ടി. അപ്പൊ ഞാന് കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആലോചിച്ചു, തീവണ്ടി വരുമ്പോ ഇങ്ങനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട, അതത്ര ബുദ്ധിയാണെന്ന് തോന്നിയില്ല. പക്ഷെ ഞാൻ അടുത്ത് കുറച്ച് പരിപാടികൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി തീവണ്ടി മൊത്തത്തിൽ സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഒരു സൗഹൃദ ഭാഷയിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന് തോന്നിയപ്പോഴാണ് എന്നാ പിന്നെ വന്നത്. എന്റെ ലാലെ, ഇതാണ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾക്കാർ. ലാലിനെ കുറിച്ച് പല ആൾക്കാർ എന്തെല്ലാം മോശം പറയുന്നുണ്ട്, ഇല്ലേ? പറയുന്നില്ലേ? പിന്നെ അതെ, പക്ഷെ അങ്ങനെയല്ലല്ലോ ലാല് എന്നാണ് എന്റെ വിശ്വാസം. അത്ര ഉറപ്പില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. ലാലാണ്. ഞാനിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പറയും, ഈ ഒരു മുതലിന് വേണ്ടി ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. ചെറിയ കാര്യമല്ല. എന്താ കാരണം അറിയോ? ഇതൊരു മുതലല്ലേ? മലയാള സിനിമയുടെ സക്സസ്, അതിൻ്റെ ചേരുവ എന്താ ചോദിച്ചാൽ ലാൽ ലാൽ ലാൽ. കേൾക്കാനൊക്കെ സുഖമുണ്ട്. ശരിയല്ലേ ഇത്? എന്നും പറയാൻ പറ്റില്ല. ഞാൻ പരാജയങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു അളവ് നോക്കിക്കഴിഞ്ഞാൽ കുറവായിരിക്കും, പെർസെൻറ്റേജ് കുറവായിരിക്കും. പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ലാൽ ഉണ്ടെങ്കിൽ മിനിമം ഗ്യാരണ്ടി ആയി എന്ന് ആൾക്കാർ പറയും. അതിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ അഭിനയിക്കുന്ന ഞാൻ ഒരുപാട് ഒറ്റക്ക് അഭിനയിക്കുന്ന പടങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടങ്ങൾ, അതിനകത്ത് വളരെ വെള്ളത്തിലെണ്ണാവുന്ന പടങ്ങൾ മാത്രമേ ഓടിയിട്ടുള്ളൂ. കഥ പറയാൻ വരുന്നവർ തന്നെ ഞാൻ പറയും, നിങ്ങൾ എന്തിനാ എന്നെ വെച്ചിട്ട് പടം എടുക്കുന്നത്? എന്നാൽ ആള് വരില്ല, വെറുതെ എന്തിനാ അങ്ങനെ ഒരു അബദ്ധത്തിൽ. ആൾക്കാർ പറഞ്ഞാൽ അട്ടയുടെ കണ്ണ് കണ്ട ആളാണ് ലാൽ. ലാൽ ഒന്ന് കണ്ണ് വെച്ചാൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. അല്ല, ഞാൻ അഭിനയിക്കുന്ന കാര്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. അഭിനയിക്കുന്ന കാര്യത്തിൽ എന്നെ വന്ന് വിളിക്കുന്നവരടുത്ത് ഞാൻ പറയാറുണ്ട്, ആദ്യം പറയാം എന്നെ. ഇപ്പോൾ ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ പടം എടുത്തപ്പോൾ തന്നെ ആഷിക്കിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ആഷിക്ക് ഇത് ഒരു സ്റ്റാർ ആരെങ്കിലും അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ പടം സൂപ്പർ ഹിറ്റാണ്. ഇത് ഞാൻ അഭിനയിച്ചിട്ട് തിയേറ്ററിൽ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് വരണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഈ പടം ലാലേട്ടനാണെങ്കിൽ എന്നെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അതിനകത്ത് പോകുന്നത്. പക്ഷേ ആ പടത്തിന് ആദ്യത്തെ ദിവസം ആളുണ്ടാക്കാനായിട്ട് എൻ്റെ ഇമേജ് അല്ല, ആഷിക് കപൂറിന് പരസ്യത്തിലൂടെ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ആ പടത്തിൻ്റെ സക്സസ്. അത് ഇല്ലെങ്കിൽ, ആദ്യത്തെ ദിവസം ആളില്ലെങ്കിൽ ഇതിനകത്ത് അഭിപ്രായമൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും പടം തിയേറ്ററിൽ നിന്ന് മാറിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ 100-150 പടങ്ങൾ ഒരു വർഷത്തിൽ വരുന്നത്. തിയേറ്ററിൽ പടം ഏത് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ചിന്ത. അടുത്ത പടം ഏത് വെക്കണം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട്. അപ്പോൾ അതൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ മറ്റു പല കാര്യത്തിലും ജഡ്ജ്മെൻറ്റും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തിയേറ്ററിലിരിക്കുന്നവൻ്റെ മനസ്സ് എങ്ങനെ പായും എന്ന് ആദ്യം തന്നെ ലാൽ മനസ്സിലാക്കും. അതിപ്പോൾ നിസ്സാര കാര്യമാണ്. അത് ഞാനിവിടുത്തെ സാധാരണ ആളുകളിൽ പെട്ട ഒരാളാണ്. അവരുടെ ടേസ്റ്റാണ് എൻ്റെ. ഇവിടെ വലിയ സക്സസ് ആകുന്ന എല്ലാ പടങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ഉള്ളവരാണ് ഇവിടെ ഭൂരിഭാഗവും. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് ഓടും എന്നുള്ള കാര്യം തീർച്ചയായും. പുല്ലേപ്പടിയിൽ നിന്ന് JB ജംഗ്ഷനിലേക്കുള്ള ദൂരം ലാലേ വലിയ ദൂരമാണോ അതോ ചെറിയ ദൂരമാണോ? അത് ചെറിയ ദൂരമായിട്ട് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് സിനിമയിൽ വന്നിട്ടുള്ള ആളല്ല. വളരെ നിസ്സാരമായിട്ട് എനിക്ക് വഴികൾ തുറന്നു കിട്ടിയിട്ടുണ്ട്. എനിക്കെന്നും ഭാഗ്യങ്ങൾ ഇങ്ങോട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് വളരെ ചെറിയ ദൂരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് വളർച്ചകളെ ഉണ്ടായിട്ടുള്ളൂ. ഒരു തളർച്ച ഉണ്ടായിട്ടില്ല. തളർച്ച വളരെ. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ അധികായന്മാർ പോലും ഇടക്കാലത്ത് തളർന്ന് ഇടർന്ന് മാറി നിന്നു. പലപ്പോഴും അവരെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായിട്ടില്ല. പക്ഷെ ലാലിന് ഈ പറഞ്ഞ വിജയത്തിൻ്റെ ജൈത്രയാത്ര മാത്രമാണ്. ഒരു മിമിക്രി സ്റ്റേജിലെ ലാലിൽ നിന്ന് ഈ ഒരു ലാലിലേക്കുള്ളൊരു വരവ് ഒരുപക്ഷെ മലയാള സിനിമയിൽ മാത്രമാണ് ഈ ഒരു അത്ഭുത വിജയ സൂക്തമുള്ളത്. ഭാഗ്യത്തിനാണ് ഞാൻ ആ കാര്യത്തിൽ കൂട്ടുപിടിക്കുന്നത്. പറയുമ്പോൾ ഭാഗ്യമാണ് എന്ന് തന്നെ പറയും. ഞാൻ വേണൊരു വിഷ്വൽ കാണിച്ചു തരാം. ചിലപ്പോൾ പഴയ ഓർമ്മകളാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ.
ആരംഭിക്കുകയാണ്. മൈതാനത്തുള്ള എല്ലാ വിളക്കുകളും അടച്ചു തരേണ്ടതാണ്. ഈ വെടിക്കെട്ട് നടക്കുന്ന പരിസ്ഥിതികളിൽ ആരും തീപ്പട്ടികല്ലുകൾ ഒരുക്കുകയോ വീടിക്ക് തീ കൊളുത്തുകയോ ചെയ്യരുത്. വെടിക്കെട്ട് ആരംഭിക്കുകയാണ്. ലാലേ, എന്തോ ഇതൊക്കെ കാണാറുണ്ട്? ഞാനത് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. രൂപം കണ്ടു. ഇത് എനിക്ക് തോന്നുന്നു പ്രസാദിന്റെ കളക്ട് ചെയ്തായിരിക്കുള്ളൂ. കളക്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ മ്യൂസിക് പരേഡ് ആ കാലഘട്ടത്തിലില്ല. അതിനും ശേഷം എന്തോ കലാഭവന്റെ ഒരു ഫംഗ്ഷൻ വന്നപ്പോ 1996 വിഷുലാണ്. ആണല്ലേ? അതെ. ശരി ശരി. വലിയ കാര്യമൊന്നുമില്ല. അതായത് ഒരു 1.5 പതിറ്റാണ്ടിന് മുന്നിൽ മുമ്പ് ഇങ്ങനെയായിരുന്നു ലാല്. ആ രൂപം, ആ നിൽപ്പ്, ആ മിമിക്രി. അതിൽ വേറെ ആളെ നമ്മൾ കണ്ടു, സിദ്ദിഖുണ്ട്, പ്രസാദുണ്ട്, അൻസാറുണ്ട്, എല്ലാവരും. എന്തായിരുന്നു ലാലിന്റെ മിമിക്രി നമ്പർ ഏറ്റവും പ്രധാനപ്പെട്ടത്? എൻ്റെ മിക്കവാറൊക്കെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, ശരീരം വെച്ചിട്ടുള്ള കളികളായിരുന്നു. പിന്നെ കുറേ ശബ്ദാനുകരണങ്ങളുണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും ഈ ആർട്ടിസ്റ്റുകൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അവർ പോലും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ പലതും അതൊരു വല്ലാതെ വൾഗറാക്കി കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അന്ന് നമ്മളതിൻ്റെ ആ ശബ്ദത്തിൻ്റെ ചില സെറ്റിലിറ്റിയും ചില വളരെ ബോഡി മൂവ്മെന്റ് വളരെ ചെറിയ. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരായിരുന്നു? പ്രേം നസീറിനെയാണോ അനുകരിക്കുക? പ്രേം നസീറിനെയും അനുകരിച്ചിരുന്നു. എങ്ങനെ അനുകരിച്ചിരുന്നു? നന്നായിട്ട് അനുകരിച്ചിരുന്നു അന്ന്. അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നു. എന്നാലും ഇപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണാടി പോകുമ്പോൾ പഴയ ലൈൻ ഇല്ല, ഒട്ടും വരില്ല. അത് വലിയൊരു ഗ്യാപ്പായി പോയത്. നിത്യേന പ്രാക്ടീസ് ചെയ്യണമല്ലേ? അതെ, പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് സ്റ്റേജിൽ വന്ന് മൈക്കിന് മുമ്പിൽ ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ പ്രേം നസീറിനെ പോലെ സുന്ദരമാണെന്നുള്ള ഒരു പിക്ചർ മനസ്സിലേക്ക് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. അതൊരു ആവാഹിക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ ഉണ്ട് അതിനകത്ത്. അത് നഷ്ടപ്പെട്ടു, ആ ഒരു കഴിവാണ് നഷ്ടപ്പെട്ടത്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ അതുപോലെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാന്നേ ഉള്ളൂ, പക്ഷെ അതിനകത്തൊരു ജീവൻ ഉണ്ടാവില്ല. ഇപ്പം ലാലിനെ ആൾക്കാർ അനുകരിച്ച് കാണുമെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല. ഒരു ജനാധിപത്യവാദി അല്ലേ? അല്ല, അത് ഈ പറഞ്ഞ ചെറിയൊരു കേസുണ്ട്, അതുകൊണ്ടല്ലേ. അതിന്റെ സെറ്റിലായിട്ടുള്ള കാര്യങ്ങളാണ് അനുകരിക്കേണ്ടത്, അല്ലാതെ വളരെ വികൃതമായിട്ടാണോ? വികൃതമല്ല. ഇപ്പൊ തന്നെ എൻ്റെ അടുത്ത് തന്നെ കഥ പറയാൻ വേണ്ടി ചിലർ വരും സിനിമയിൽ. സാറേ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഓക്കെ. അപ്പോൾ മറ്റാളിങ്ങനെ വരുന്നു, അപ്പോൾ ലാൽ സാറോട് നിൽക്കും. അപ്പോൾ ലാൽ സാർ പറയും ഇടപൊടി ഇങ്ങനെ. ഈ ശബ്ദം എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ആ നിമിഷത്തിൽ ഞാൻ തീരുമാനിക്കും ഈ പടത്തിൽ അഭിനയിക്കില്ല എന്ന്. അത് എത്ര ഗംഭീര പടമാണെങ്കിലും. എന്നാലും ഇവർ പറഞ്ഞിരിക്കുന്ന മുഴുവനും ഞാൻ കേട്ടിരിക്കും. കാരണം എനിക്ക് മതി നമ്മോട് പോകാൻ, അങ്ങനെ പറയാനായിട്ട് നോ പറയാനായിട്ട് ഇല്ല. പല പടങ്ങളിലും ഞാൻ അഭിനയിക്കുന്ന പോലെ അങ്ങനെയാണ്. ഇപ്പോൾ എന്താ പറയുക, എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഒരു കഥയായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കത് നോ പറയാൻ പറ്റില്ല. ഞാനത് മിക്കവാറും ഞാൻ ചെയ്യും. അതിപ്പോൾ എന്ത് വന്നാലും സാറില്ല എന്നുള്ള രീതിയിൽ ചെയ്യും. പുറമേക്കുള്ള ഈ പരിക്കഭാവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഉള്ളിലില്ല. ഇല്ലായിരിക്കും. അത് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും നല്ലത് പറയുന്നത്. ഞാനായിട്ട് എന്നെ പറ്റി പറയുന്നതിനൊക്കെ. ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വേണം ഒരാളെ കൊണ്ടുവരാം. നമ്മൾ നമ്മുടെ പഴയകാല അനുഭവങ്ങൾ ഓർക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചിരിയാണ്, അല്ലേ? ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചിരിയല്ല. ആ കഥകൾ കേട്ട് ആളുകൾ വീണ് കിടന്ന് ചിരിക്കുന്ന തരത്തിലുള്ള രസകരമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. ചിരിക്കാൻ വേണ്ടി ജനിച്ചവരാണ്, അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നമ്മളെന്ന് നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് തോന്നുന്ന ചില സന്ദർഭങ്ങളാണ് അതൊക്കെ. മറ്റുള്ളവരത് ശ്രദ്ധിക്കുമെന്ന് അറിഞ്ഞൂടാ. നമ്മളുടെ ഹ്യൂമർ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ ഒരുമിച്ചുള്ളപ്പോഴാണെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തമാശ കണ്ടാൽ ഞാൻ ഉടനെ ലാലിൻ്റെ മുഖത്തേക്ക്, ലാൽ എൻ്റെ മുഖത്തേക്ക് നോക്കും. ബാക്കി ആ കൂട്ടത്തിൽ 100 പേരുണ്ടെങ്കിൽ ബാക്കി 98 പേരും അത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ 2 പേരുമായിരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ സൈലൻ്റായിട്ട് ചിരിക്കുകയും ചെയ്യും. പക്ഷേ എനിക്കിപ്പോൾ ലാലിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ തമ്മിലുള്ള ആ കാലഘട്ടത്തിൽ ലാലിന് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയിരിക്കുന്ന, സങ്കടം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓർമ്മ ഏതാണ്? ഇങ്ങനെയാണ് സുഹൃത്തുക്കൾ പണിതിരുന്നത്. എന്താ പറഞ്ഞ കുരിശായതല്ലേ? ഇതൊക്കെ ഇവിടുത്തെ നിങ്ങളൊക്കെ പേടിക്കേണ്ടത് എനിക്ക് ഈ സ്ക്രീനിൽ വരുന്ന ആളുകളെയാണെന്ന് തോന്നുന്നു. നിങ്ങളെ സമാധാനമുണ്ട്. കാരണം ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അറിയാം എങ്ങോട്ടാ പോകുന്നത് നമുക്ക് ഏകദേശം ധാരണ കിട്ടും. ഇത് പെട്ടെന്ന് ഷാർപ്പ് കട്ടായിട്ടാ വരുന്നത്. വിഷമിപ്പിച്ച സംഭവം വേണമെങ്കിൽ പറയാവുന്നത്, അത് വിഷമിക്കും അല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരുമെന്ന് ചിന്തിക്കാതെ ആ സമയത്ത് ശരിയെന്ന് തോന്നിയപ്പോൾ ചെയ്തൊരു കാര്യമാണ് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞത്. അത് പക്ഷേ എനിക്കും സിദ്ദിഖിനും എൻ്റെ ഭാര്യയ്ക്കും മാത്രം അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളത്.
തീരുമാനമെടുത്തത് മനോരമയിൽ അത് പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ആലോചിച്ചത് ഫാസിൽ സാറിൻ്റെ അടുത്ത് പറയേണ്ടതാണല്ലോ ഇത് ആദ്യം. കാരണം പത്രത്തിൽ വന്നിട്ട് വായിക്കേണ്ടെന്നൊരു കാര്യമല്ല ഇത്. അപ്പോൾ വൈകിട്ട് ഒരു 7 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ ഉടനെ കാറെടുത്തിട്ട് ഫസാറെന്ന് മദ്രാസിലാണ്, ഞങ്ങൾ നേരെ മദ്രാസിലേക്ക് വിട്ടു. ഞാൻ ഓടിച്ചു, സിദ്ദിഖുണ്ട്. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. പുള്ളി ഭയങ്കരമായിട്ട് അത് വഴക്ക് പറയാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ പ്രശ്നങ്ങൾ. പക്ഷേ ഇത് ഈ പിറ്റേ ദിവസം കാലത്ത് പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെയും സിദ്ദിഖിൻ്റെയും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളുടെ ഒരു വരവുണ്ടായിരുന്നു വീടുകളിലേക്ക്. അത് ഫേസ് ചെയ്യാനായിട്ട് എൻ്റെ വൈഫേ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ. സിദ്ദിഖിൻ്റെ വീട്ടിൽ ആർക്കും ഒന്നും അറിയാനും പാടില്ല. അത് ശരിക്ക് ഒരു മരണ വീട്ടിൽ വരുന്ന പോലെ ആയിരുന്നു പലരും വന്നത്. എന്തിനാണ് എല്ലാവരും ഇങ്ങനെ നിങ്ങൾ പിരിഞ്ഞത്? ഒരു അനിവാര്യതയാണോ? അത് എന്താ പറയുക, അത് കാരണങ്ങളുണ്ട്, കാരണങ്ങളില്ല എന്ന് പറയുന്നില്ല, കാരണമുണ്ട്. പക്ഷെ അത് വളരെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പൊരുത്തക്കേടുകൾ, അതായത് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതൊന്നുമല്ല. അതിപ്പോൾ എന്താ പറയുക, ബ്രിട്ടാസിനോ അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്കോ ഇതറിഞ്ഞിട്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ചിലപ്പോൾ കുറേ പേരെയൊക്കെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കും ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതങ്ങനെ തന്നെ ഇരിക്കുന്നത് നല്ലത്. അല്ല, നിങ്ങളൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞൊരു മുതലാണ്, ഞങ്ങളുടെ പൊതുമുതലാണ്. അപ്പോൾ ഈ പൊതുമുതലിനെ ബാധിക്കുന്ന ഏത് കാര്യങ്ങളും പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പബ്ലിക്കിന് പ്രയോജനകരമാണോ എന്ന് ചോദിച്ചാൽ പ്രയോജനകരമല്ല. ഉദാഹരണം പറഞ്ഞാൽ മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, കേരളാമതി, ഈ പത്രങ്ങളിൽ അടിച്ചു വരുന്ന വാർത്തകളൊക്കെ പ്രയോജനകരമാണോ എന്ന് നോക്കിയിട്ടല്ല പത്രാധിപന്മാർ ആ വാർത്ത കൊടുക്കുന്നത്. അത് പത്രധർമ്മം എന്നൊക്കെ പറയാം നമുക്കങ്ങനെ. ഒരു ലാൽ ധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇത്രയും കാലമായിട്ട് നിങ്ങളിത് രഹസ്യമാക്കി വെച്ചിരിക്കുക. ഒരു പക്ഷേ ഒരു നിമിത്തമായിരിക്കില്ല ലാൽ. എന്താ കാരണം വെച്ചാൽ ലാൽ പണ്ടൊക്കെ പള്ളിയിൽ പോകുന്ന പറഞ്ഞിട്ട് പലയിടത്തും കറങ്ങി നടക്കാറുണ്ടായിരുന്നു. എങ്കിലൊരു വിശ്വാസത്തിന് ചില, വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസി, വിശ്വാസി അല്ലേ എന്ന് ചോദിച്ചാൽ വിശ്വാസി അല്ല, ആ രീതിയിലൊക്കെ ആയിരുന്നു ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ. ഇതൊരു കുമ്പസാരാണെന്ന് വിചാരിച്ചാൽ അല്ല, ഇത് ഞങ്ങൾ പല പ്രാവശ്യം മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിന്. അപ്പം ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാമെന്നുണ്ട്, ഭയങ്കര ബോറാണ്. അപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ അതൊന്നും അല്ല കാര്യം എന്നാണ് എന്നോട് ഓരോ പ്രാവശ്യവും പറയുന്നത് ഓരോ കാരണങ്ങളാണ്. കാരണം പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞു ഇത് തന്നെയാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചു, ഇന്നേ വരെ കറക്റ്റായ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല എന്നൊരാൾ പറഞ്ഞു.